കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാൾ നിനക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെ കാണിച്ചതെന്ന്, എന്തൊക്കെ വിവരക്കേട കാണിച്ചു കൂട്ടുന്ന വല്ല ബോധമുണ്ട് എനിക്ക്? കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാളിന് നമ്മൾ ഡ്രസ് കോഡ് ഇറക്കില്ലേ, മുണ്ടും കറുത്ത ഷർട്ടും. അതെ, ഇപ്രാവശ്യം നമുക്ക് മുണ്ടും ജുബയും ആക്കണം. നീ കഴിഞ്ഞ കൊല്ലം മുണ്ടെടുത്ത് ഡ്രസ് കോഡൊക്കെ പക്കായിരുന്നു. പള്ളിയിലേക്ക് പോയപ്പോൾ വെള്ള മുണ്ടും കറുത്ത ഉടുപ്പും. ആ പള്ളിപ്പെരുന്നാളിൽ കഴിഞ്ഞ് എല്ലാ കലാശക്കൊട്ട കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ മുണ്ട് അവിടെ ഇരുന്നു. നീ വീട്ടിലെങ്ങനെ പോയത്? അത് നിങ്ങളൊക്കെ കൊണ്ടുവിട്ടതല്ലേ ചെയ്തത്? അല്ല, എങ്ങനെ പോയത്? മുണ്ടിന് പകരം എന്ത് സാധനം നീ എടുത്തു കൊടുത്തത്? ഒന്ന് പോയിക്കേടാ. ഏത് മുണ്ട് കാണില്ല? അതാ ഫ്ലെക്സാ, മറ്റേ കോഴി കച്ചവടക്കാരൻ്റെ ഫ്ലെക്സാണ് എടുത്തിട്ട് പോയത്. അന്ന് അവിടെ ഇടിയുണ്ടായി ഓർക്കണ്ടോ? ലാസ്റ്റ് പിന്നെ നീ മറ്റേ സ്പടിയം കളിച്ച് മുണ്ടൂരി അടിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഈ അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, അതിന് തെളിവാ. എടാ മറ്റേ നാൻഷാൻ്റെ മോളുടെ ഫോണിലേ ഫുൾ തെളിവും കിടക്കുന്നുണ്ട്. ഉണ്ടാ അതെല്ലാവരും കണ്ട്. എടാ മരവൂളെ, നിനക്കൊരു ഷഡ് ഇട്ടിട്ട് വരാൻ പാടാ നിനക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അച്ഛൻ പറഞ്ഞത് ഹൃദയം കൊണ്ട് കേൾക്കുന്നവനാ ഞാൻ. അതെ, അച്ഛൻ പറഞ്ഞ എന്താ പറഞ്ഞ? അയാൾ പള്ളി കമ്മിറ്റിയൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്താ, ഡ്രസ് കോഡ് പള്ളി പറയും, അതിട്ടാ മതി എന്ന് അയാൾ പറഞ്ഞില്ലേ? അതെ, അയാൾ പറഞ്ഞല്ലോ. ഉറപ്പല്ലേ? അതെ, അതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഡ്രസ് കോഡ് പിന്നെ പറഞ്ഞല്ലോ, മുണ്ടും ഷർട്ടും ഇട്ടാ മതി. ഷഡ്ഡി ഇടുന്ന കാര്യം അയാൾ എവിടെ പറഞ്ഞടാ? നീ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വന്നില്ലല്ലോ? ഇല്ലടാ, കഴിഞ്ഞ ഞായറാഴ്ച തിരക്കായിരുന്നു. കമ്മിറ്റി ഉണ്ടായി. കമ്മിറ്റിയിൽ നല്ല നല്ല തീരുമാനങ്ങൾ കുറെ എടുത്തിട്ടോ. നല്ല ചെലവിന്റെ പരിപാടികളായിരിക്കും അയാൾ പറഞ്ഞിട്ട്. കേൾക്കണ നല്ല തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ അതിന്റെ കൂടെ പറഞ്ഞ് തോരണങ്ങളൊക്കെ വാങ്ങിക്കണതിന്റെ കൂട്ടത്തിൽ 2 വള്ളിക്കളസം എക്സ്ട്രാ വാങ്ങിച്ചോളം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പള്ളിയുടെ പൈസ എടുത്തിട്ട് അയാൾക്ക് കളസം വാങ്ങാൻ ഞാൻ സമ്മതിക്കൂലട്ടാ. അച്ഛനിടായിരുന്നല്ല, അച്ഛൻ പറഞ്ഞത് പൈസ പോയാലും കുഴപ്പമില്ല, പള്ളിക്ക് മാനോ വലുതെന്ന് പറഞ്ഞു. അത് നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ